കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മായച്ചി എവിടെ? മായച്ചി റെഡി ആയിക്കൊണ്ടിരിക്കാം. മായച്ചി ഒന്ന് വേഗം വന്നേ, സമയായി. എന്റെ ഹലോ മക്കൾസ്, നിങ്ങൾ എങ്ങോട്ട് പോയി? രണ്ടുപേരും ചുവന്ന സാരിയൊക്കെ കൊടുത്ത് രണ്ടുപേരും ജൂബയൊക്കെ ഇട്ട് എങ്ങോട്ടാ? വല്ല ടൂർ വല്ലതും പോവാണോ? സിനിമ കാണാൻ പോകുന്നുണ്ട്. ഞാനും ഉണ്ടേ, ഒരുപാട് നാളെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട്. അയ്യോ അമ്മ, ഞങ്ങള് സിനിമയ്ക്കൊന്നല്ല പോകുന്നേ, അമ്പലത്തിൽ പോവാ. അമ്പലത്തിലോ? എന്നിട്ട് നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അമ്മ, ഇവർക്ക് കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട്, അതൊന്ന് നടത്താൻ വേണ്ടി പോവാ. നേർച്ചകളോ? എന്നിട്ട് ഇവരായി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ദിസ് ഈസ് മൈ ചീറ്റിംഗ്. അയ്യോ അമ്മേ, അതല്ല, ഇത് ചില പ്രത്യേക പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളുമാ. അല്ല, ജ്യോതിന്റെയും പോകുന്ന വഴിയാണോ നിങ്ങളും പോകുന്നത്? നിങ്ങളും അതേ അമ്പലത്തിലാണോ പോകുന്നത്? ഞങ്ങൾ ആ അമ്പലത്തിലല്ലമ്മേ പോകുന്നത്, വേറെ അമ്പലത്തിലാ. അതെന്താ? ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാ പറ്റില്ലേ? അമ്മേ, ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെ 3 പേരുടെയും കുടുംബങ്ങളില് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ. നിങ്ങളുടെ 3 പേരുടെയും കുടുംബോ? അപ്പോ ഇതൊരു കുടുംബമല്ലേ? അയ്യോ, അതല്ലമ്മേ. ജ്യോതിയും ഡീക്കയും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താ അവർക്ക് നല്ല നക്ഷത്രത്തില് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നല്ലേ ആ സ്വാമികൾ പറഞ്ഞ? അതെ. അങ്ങനെ അവർക്ക് മാത്രം നല്ല നക്ഷത്രത്തിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാ മതിയോ അമ്മേ? ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. അമ്മേ, ഇവരെല്ലാം ഓരോ മത്സരത്തിലാ. ജ്യോതിക്കും ഡീക്കും ജനിക്കുന്നത് പോലെ നക്ഷത്ര ഗുണമുള്ള കുഞ്ഞുങ്ങളെ കിട്ടാനാ ഈ പ്രാർത്ഥന. ഇവരുടെ നേർച്ചകൾ നടത്താനുള്ള ബലിയാടുകളാ ഞങ്ങൾ ഈ 3 ഭർത്താക്കന്മാരും. സൂപ്പർ മൈ ലിറ്റിൽ കണ്ണാ. ഇവരെന്താ ചെയ്യുന്നെന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനും നേർച്ച നടത്തുന്നതിനും ഒരു കുഴപ്പവുമില്ല. നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചാലേ കിട്ടൂ. അതൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷേ അതൊന്നും ഈശ്വരന്റെ മുന്നിൽ ഒരു മത്സരമാക്കി മാറ്റരുത്. അത്രേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. അമ്മ വിഷമിക്കണ്ട. എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്ന പോലെയല്ലേ നടക്കൂ. പിന്നെ ഇവരുടെ കൂടെ പുറത്തു ചാടാൻ ഒരു അവസരം കിട്ടിയോണ്ടാ ഞാൻ ഒരുങ്ങിക്കേട്ടി ഇറങ്ങിയത്. ഓഹോ, അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ലേ? പ്രാർത്ഥനയൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാരും കൂടി ഒന്ന് പുറത്തു പോകുന്നതല്ല എന്റെ സന്തോഷം. ഓക്കെ ബോയ്സ്, യു ക്യാൻ ഗോ. മകൾസ്, പോയിട്ട് വരൂ. അതെ, എല്ലാരും ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോ ഈശ്വരൻ നല്ല കുഞ്ഞുങ്ങളെ തരും. പോയിട്ട് വാ, പോയിട്ട് വരും മക്കളെ. പോയിട്ട് വാ. ശരി. മൈ ലിറ്റിൽ കണ്ണ, ഇവളുമാരെ എന്തൊക്കെയായി കാണിക്കുന്നേ? അതിനകത്ത് തുള്ളാനും 3 കോന്തന്മാരും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കോന്തം കൊല്ലത്ത് പോയ പോലെ ആയി തീരുവോ? എന്റെ കണ്ണാ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അവർക്കും കിട്ടട്ടെ നല്ല കുഞ്ഞുങ്ങളെ. എന്നിട്ട് അവരെല്ലാരും കൂടി മുറ്റത്ത് ഓടിച്ചാടി നടക്കട്ടെ. ഐ ആം വെരി വെരി ഹാപ്പി.
ശ്രീ പരമേശ്വര ഭഗവാനെ, ശ്രീ പാർവതി ദേവി, ജീവിതാവസാനം വരെ DKയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം ഉണ്ടാവണേ. ഭഗവാനെ, അറിയാതെയാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ഞാൻ ഇവളോട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പരിഹാരമായി ഈ ജീവിതകാലം മുഴുവൻ ഇവളെ മാത്രം സ്നേഹിക്കാൻ, സന്തോഷകരമായി ജീവിക്കാൻ അനുഗ്രഹിക്കണേ മഹാദേവ. എന്തു രുചിയാ ഭഗവാന്റെ ഈ പ്രസാദത്തിന്. പ്രസാദം മാത്രമല്ലല്ലോ ഏട്ടാ, ഭഗവാന്റെ അനുഗ്രഹം കൂടിയല്ലേ നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിക്കാം. അതെ, ഇന്നത്തെ ദിവസം പ്രാർത്ഥനയും വഴിപാടുകളെ കഴിയണമെന്നല്ലേ സ്വാമി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. മൈ ലിറ്റിൽ കണ്ണ, ഇന്നത്തെ ഡേ കൂടെ കഴിഞ്ഞാൽ ഇന്നവരുടെ ശാന്തി മുഹൂർത്തമാണ്. ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫ് അവർക്ക് ഡെലിവറി ചെയ്യണേ കണ്ണ. എന്തായാലും ആ ഗജരാനന്ദ സ്വാമികൾ വന്നത് വളരെ ഹെൽപ്പായി. അദ്ദേഹം ഇപ്പോ പുറത്തോട്ട് പോയിരിക്കുക. നിങ്ങൾ തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നത് നല്ലതാ. ഒരുപാട് നല്ല ഐഡിയ ഉള്ള ആളാ. വേണമെങ്കില് അയാളുമായിട്ട് ഒരു ടോക്ക് ഷോ വെച്ചാലോ? ദേ അവര് വന്നെന്നാ തോന്നുന്നേ. കണ്ണാ, ദേ എന്റെ കൂടെ നിന്നേക്കണേ.
ആ മക്കളെ, നേർച്ചകളൊക്കെ പറഞ്ഞ തന്നെ ചെയ്തല്ലോ അല്ലേ? അമ്മ പറഞ്ഞൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയുടെ ലിറ്റിൽ കണ്ണനാ. അമ്മേ, നഷ്ടപ്പെട്ടു ഞാൻ കരുതിയ ജീവിതം ഈ കണ്ണൻ എനിക്ക് തിരിച്ചു തന്നത്. മണിവർണ്ണ സ്വാമികളുടെ പ്രവചനം സത്യമായി വരാൻ സ്വാമികൾ പറഞ്ഞ എല്ലാ നേർച്ചകളും ദാനധർമ്മങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ വേണം തീരുമാനിച്ചത് ഈശ്വരനാ. നിങ്ങൾ പരസ്പരം ലവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സൂപ്പറായ കാര്യം. അല്ലമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികളോട് പോയി. സ്വാമികളൊന്ന് പുറത്തോട്ട് പോയതാ, ഉടനെ റിട്ടേൺ വരും. ആ മക്കളെ, എന്നാ വല്ലതും കഴിക്കേ. എന്റെ കണ്ണ വായിട്ടാ. കണ്ണ, എന്നും ഇതുപോലെ ലവ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്യണേ എന്റെ കണ്ണ. ഒരു നല്ല ഉണ്ണിക്കണ്ണനെ അമരാവതിയുടെ അവകാശിയായി നീ എനിക്ക് തന്നേക്കണേ എന്റെ കണ്ണ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അവിടെ അല്ല, എവിടെയാ? താഴെ താഴെ, കുറച്ചുകൂടെ താഴെ. ആ അവിടെ തന്നെ. ഓ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? സത്യത്തില് നീ എന്തിനാ എന്നെ കൊണ്ട് ശയനപ്രദർശനം നടത്തിച്ചേ? നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും നല്ല കുടുംബജീവിതം കിട്ടാനുമാ ശ്രീയേട്ടനെ കൊണ്ട് ശയന പ്രദക്ഷിണം ചെയ്യിപ്പിച്ചത്. എന്നാ പിന്നെ ഒരാള് മാത്രം ശയനപ്രദർശനം നടത്തുന്നത് എന്തിനാ? നിനക്കും കൂടെ ശയനപ്രദർശനം നടത്തിക്കൂടായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ശയന പ്രദക്ഷിണത്തിന് ഇത്രയും സുഖം ഉണ്ടായിരുന്നോ? പിന്നെ പരമസുഖമല്ലായിരുന്നോ? അല്ല മായേ, ഇപ്പൊ ഈ ശയന പ്രദക്ഷിണൊക്കെ എന്തിനാ നടത്തിയേ? ഗോകുലും ബാലും ഒക്കെ എവിടെ? എന്തൊരു വേദന! അയ്യോ എന്റെ പൊന്നു താരേ, ഇനിയെങ്കിലും ഇതുപോലുള്ള നേർച്ചകളൊന്നും നേരല്ലേ? അതെ, ഇതുപോലുള്ള നേർച്ചയാണെങ്കിലേ നീ നേരുകയോ വേണ്ട. ഇല്ല, ഞങ്ങൾ ഇനി ഇതുപോലുള്ള നേർച്ചകളൊന്നും നേടുന്നില്ല. രണ്ടിനെ ശൂലം കുത്തിച്ചേക്കാന്നുള്ള നേർച്ചയാ ഇനി നേരാൻ പോകുന്നേ. അയ്യോ വേണ്ട, ശൂലം വേണ്ട. അല്ല, സത്യത്തിൽ എന്തിനാ ഞങ്ങൾ ഈ ഉരുണ്ടത്? ആർക്കറിയാം. ഇവര് പറഞ്ഞു, ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കി നീ ഉരുണ്ടാ പോരെ, എന്നെ ഉരുട്ടി എന്തിനാ? പിന്നെ എനിക്കതിനല്ല നേരം, എനിക്കങ്ങ് ഉരുളാൻ വയ്യ. ഭാര്യമാരുടെ സന്തോഷത്തിന് വേണ്ടി ഭർത്താക്കന്മാരാ ഉരുളേണ്ടത്, അല്ലേ താരച്ചി? അതെ. അല്ല, അപ്പൊ ഭർത്താക്കന്മാർക്ക് സന്തോഷം വേണ്ടേ? അയ്യടാ, എന്നെ ഉരുട്ടാൻ ഇങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. എന്തായി? രണ്ടുപേരുടെയും പ്രാർത്ഥനയൊക്കെ ഫലിച്ചോ? എന്താ ഗോകുലം, ഇവിടെ മൊത്തത്തിൽ തൈലത്തിന്റെ ഒരു നാറ്റം? തൈലം തേച്ചാ പിന്നെ തൈലത്തിന്റെ നാറ്റമല്ലേ വരൂ. കളിയാക്കല്ലേ ജ്യോതി, ഇവളുമാരുടെ മണ്ടൻ നേർച്ച കൊണ്ട് ഞങ്ങളാ അനുഭവിക്കുന്നത്. ഇനി ശൂലം കുത്തുന്ന നേർച്ച വരുന്നാ പറയുന്നത്. അത് കൊള്ളാലോ, ശൂലം കുത്തുന്ന നേർച്ച. അതേത് ക്ഷേത്രത്തിലാ താരെ? അത് പിന്നെ കുറച്ചങ്ങ് ദൂരെയാ. എന്നാ പിന്നെ വേഗം കൊണ്ടുപോയി രണ്ടുപേരും ശൂലം കുത്തിച്ചേക്കണേ. വേണ്ടി വന്ന ശൂലവും കുത്തിക്കും, തലയിൽ തീയും കത്തിക്കും. അയ്യോ,
ഒറ്റൊരുത്തി ഇതിനൊക്കെ കാരണം. ഞാനോ? അതെ, അയ്യോ, നിന്റെ ഡിക്കയുടെ സ്നേഹപ്രകടനം കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളാ. ദേ, ഉരുണ്ടുരുണ്ട് ദേഹത്തെ തൊലി മുഴുവനും പോയി ചോദി. നിങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പൊ ഞങ്ങളാണുങ്ങള്. അതെന്ത് പറ്റി ബാലു? ഡിക്കയും ചോദ്യം തമ്മിലുള്ള സ്നേഹം കാണുമ്പോ ദേ ഇവർക്ക് അസൂയ. നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനാ ഇവര് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അതെന്താ സാധിക്കാത്ത? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ, നിങ്ങളിങ്ങനെ വല്ലവരെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പരസ്പരം നിങ്ങളായിട്ട് സ്നേഹിച്ചാ മതി, ജീവിതം സന്തോഷാവും. എന്റെ പൊന്ന് ജ്യോതി, ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല. മായേച്ചയും താരേച്ചയും കൂടെ തീരുമാനിക്കുന്നു, ഇവരൊക്കെ അനുസരിക്കുന്നു, ഞാൻ അതിന് കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്കറിയാം ചിത്ര, നിന്റെ കഷ്ടപ്പാട്. ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്റെ ദൈവമേ, പ്രേമം എന്താണെന്ന് അറിയാത്ത മൂരാച്ചികളെയാണല്ലോ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരായി കിട്ടിയത്. അതെ, ദേഹത്തെ വേദന കുറഞ്ഞില്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിലും പോണം. ഞാൻ ഏട്ടനോട് പറയാം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. ഓക്കെ, നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോ. ഭാര്യമാരുടെ നേർച്ചയല്ലേ. അപ്പൊ ശരി. ദേ ഗോകുലേട്ടാ, എന്താ? നമുക്ക് ശാന്തി മുഹൂർത്തം ആഘോഷിക്കണം. അല്ല, അതൊക്കെ എന്നെ കഴിഞ്ഞില്ലേ? നിങ്ങൾ എത്ര നിലവിളിച്ചാലും ഇനിയും ഞങ്ങൾ ഉരുളിക്കും. അയ്യോ, അതെ, നമുക്ക് ശാന്തി മുഹൂർത്തം ഒന്നുകൂടി ആഘോഷിച്ചാൽ എന്താ കുഴപ്പം? കഴിക്കോ? എന്റെ ദൈവമേ, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ച് പറയണേ? മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. കൊല്ലും ഞാൻ എല്ലാത്തിനെയും പറഞ്ഞേക്കാം. ബാ ചിത്രേ, ഇവർക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് കുടിക്കേ. എന്തിനത്? പാല് കുടിക്കുന്ന ശീലം എനിക്കില്ലാന്നറിയില്ലേ? അമ്മ മോന് കാച്ചി തന്ന് അയച്ചതാ, അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നൊന്നുമല്ല. അപ്പോ അമ്മ തന്നയച്ചതാന്ന് പറഞ്ഞ കുടിക്കാം അല്ലേ? ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവൂടും. നമ്മൾ എത്ര വലുതായാലും അമ്മമാർക്ക് എന്നും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാ. അയ്യടാ, ഒരമ്മ സ്നേഹം. എന്നാലേ ഇത് അമ്മ തന്നയിച്ചതല്ല, ഞാൻ കാഴ്ചയതാ. എടി നിന്നെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ അതെ, പോടുന്നു. എടി, നിനക്ക് ഞാൻ എന്താ സമ്മാനം തരേണ്ടത്? സമ്മാനോ? എന്തിന്? ശാന്തി മുഹൂർത്തത്തിന് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനാണോ സമ്മാനം തരുന്നത്? ഭാര്യയെ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണമെന്നും സ്വാമി പറഞ്ഞായിരുന്നു. പറ, എന്ത് വേണം? ഒന്നും വേണ്ട, എപ്പോഴും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഓ ആ, എന്നാ പിന്നെ അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. പോയെ ഓഫീസിൽ പോയെ. നാളെയും പോവാൻ. ചെല്ലി അങ്ങോട്ട്. ഞാനൊന്നും
ആ